സ്ഥാനങ്ങളിലൊക്കെ മിക്കപ്പോഴും വരുന്നത് ഒന്നെങ്കിൽ നേതാക്കന്മാരുടെ പെട്ടിപിടുത്തക്കാർ, അല്ലെങ്കിൽ മക്കളോ മരുമക്കളോ ഭാര്യയോ ഭാര്യയുടെ അനിയത്തിയോ ഭാര്യയുടെ ചേട്ടനോ ഒക്കെ വരുന്നൊരു സാഹചര്യം. ഇത് ഒരിക്കലും നമ്മൾ മുൻകാലങ്ങളിൽ CPM കണ്ടിട്ടേ ഇല്ല. പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇങ്ങനെ ചില അഭ്യാസങ്ങൾ CPIM നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മന്ത്രിസ്ഥാനം. അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവായിരുന്നു തളിപ്പറമ്പ് എന്ന പാർട്ടി കോട്ടയിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം. അതിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഒരു PB അംഗത്തിന്റെ ഭാര്യയായിരുന്നു മന്ത്രി. ഇവര് ഭാര്യക്കും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ സുഖിക്കാൻ വേണ്ടിയാണോ ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കൾ തല്ലുകൊള്ളുന്നത്, സാധാരണക്കാരായ സഖാക്കൾ കഷ്ടപ്പെടുന്നത്? ഈ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും CPM അകത്ത് അണികളിൽ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്തു. ഫലമോ കനത്ത തോൽവി. പിണറായി വിജയൻ പോലും ആദ്യ 6 റൗണ്ടിൽ ധർമ്മടം മണ്ഡലത്തിൽ തോറ്റാണ് നിന്നിരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അയാൾ 6 റൗണ്ടിൽ വെട്ടി വിയർത്തു. കഴിഞ്ഞു പോയത് കേരളത്തിലെ അവസാനത്തെ LDF മന്ത്രിസഭയാണ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. നിയമസഭാ ഇലക്ഷനിലാണ് മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ എല്ലാമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 85,000 വോട്ടുകൾക്ക് ലീഡ് നേടിയത്. 85,000 വോട്ടുകൾക്ക് ലീഡ് നേടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന് ആകെ കിട്ടിയ വോട്ട് 85,000 ആണ്. ഇടതുപക്ഷത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലുള്ള തോൽവി കേവലം ഒരു ഭരണവിരുദ്ധ വികാരമായിട്ടോ സ്വാഭാവികമായി നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ആയിട്ടോ അല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ പറയാതെ പലപ്പോഴും വലതുപക്ഷത്തിന്റെ ആശ്രയങ്ങൾ പറഞ്ഞിട്ടും, അതും തീവ്ര വലതുപക്ഷം, വർഗീയ വലതുപക്ഷം ഇവരുടെ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെക്കാൾ വലിയ വർഗീയവാദികളായിക്കൊണ്ട് വർഗീയവാദത്തിന്റെ പ്രചാരകരായിക്കൊണ്ട് ഇടതുപക്ഷം മാറി. ഇത് തന്നെയാണ് CPM തോറ്റ് തുന്നം പാടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. മാത്രമല്ല, സ്വാഭാവികമായിട്ടും CPM എന്ന പാർട്ടിക്കകത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഇടതുപക്ഷ ആശയത്തോടാവട്ടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലുള്ള ആകുലതകളാകട്ടെ, ഈ സമയത്തൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പല തിരുത്തൽ ശക്തികളും ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിലെ CPMനുള്ളിൽ അങ്ങനെ ഒരു ശക്തിയെ നമ്മൾ കാണുന്നേ ഇല്ല. പകരം വലിയൊരു മൗനമാണ് CPMനകത്ത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല അവസരങ്ങളിലും ഒരു ആത്മീയ പരിശോധനയ്ക്ക് പോലും CPIM തയ്യാറാകാറില്ല. അതും പരാജയത്തിന്റെ തോത് വളരെ വലുതാക്കി. മറ്റൊരു കാര്യം, ജനങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ടും പാർട്ടിയാകുന്നു. അധികാര കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായി പാർട്ടിയുടെ പ്രവർത്തനം. സ്വാഭാവികമായിട്ടും ജനങ്ങളെ കേൾക്കാൻ ആളില്ലാതായി. CPMന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പൊതുജനങ്ങൾ ചോദിച്ചത് വികസനം എന്ന പുറമോടി ഇട്ടുകൊണ്ട് PR വർക്ക് നടത്തിക്കൊണ്ട് ആരാണ് നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നതെന്നും ആരാണ് സത്യത്തിൽ കേരളീയരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ളത് എന്നായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചത്. സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നിന്ന് പരിപൂർണമായി അകന്ന, ജനങ്ങളുമായി യാതൊരു ബന്ധവും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇല്ലാത്ത CPMനെ ജനങ്ങൾ കുപ്പത്തൊട്ടിയിലെറിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് ഈ റിസൾട്ട്. അതിനിടയിലാണ് CPIMന്റെ M സ്വരാജിന്റെയും ഗോവിന്ദ മാഷിന്റെയും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിന്റെയും ഇലക്ഷനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ പുറത്തു വന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണോ, ഈ 3 പ്രസ്താവനകളും കേട്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ CPMന് ഇപ്പോഴും യാഥാർത്ഥ്യം എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലായിട്ടില്ല. അതിന് പ്രധാന കാരണം അവർ ജനങ്ങളിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല യാഥാർത്ഥ്യങ്ങളെയും അവർക്ക് കാണാൻ സാധിക്കാത്തത്. പ്രധാനമായും ഞങ്ങൾ ഭയങ്കര വികസനം നടത്തി, ഭരണവിരുദ്ധ വികാരം, അതെന്താ സാധനം, അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തോൽവിയുടെ കാരണം എന്നതിലുപരി നേതൃത്വത്തിന്റെ മനോഭാവത്തെ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിലൊക്കെ തോൽക്കുകയും ജയിക്കുകയും ചെയ്യും. അങ്ങനെ തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്നതാണല്ലോ തെരഞ്ഞെടുപ്പ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു തോൽവി? അതും കേരളത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള CPIMനെ അതുപോലും മനസ്സിലാക്കാൻ നിലവിലെ CPIMന്റെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് ആവട്ടെ, പാർട്ടി സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട പത്രക്കുറിപ്പാവട്ടെ, അല്ലെങ്കിൽ M സ്വരാജ് ആവട്ടെ, ഇവരൊക്കെ പ്രതികരിക്കുന്നത് അത് ഉദാസീനവും അരാഷ്ട്രീയവും എന്നൊക്കെ പറഞ്ഞിട്ട്
മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിലാണ്. അതായത് മനുഷ്യന് സാധാരണക്കാരനോട് സംസാരിക്കാൻ ഉദാസീനവും ആഗോളവൽക്കരണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് സാധാരണക്കാരന് മനസ്സിലാവില്ല. നിങ്ങൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഈ കേൾക്കുന്നവന് ഇവരെ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവണ്ടേ. ഈ കേൾക്കുന്നത് നിങ്ങളെ പാർട്ടിയിലെ കേഡർമാരല്ല, സാധാരണ ജനങ്ങളാണ്. അവർക്ക് നിങ്ങൾ എന്താ പറയുന്നത് മനസ്സിലാവണം. അത്തരത്തിൽ സാധാരണക്കാരിൽ നിന്ന് അകന്ന് തങ്ങൾ എന്തോ ഭയങ്കര ബുദ്ധിജീവികളാണ്, തങ്ങൾക്ക് ബുദ്ധി കൂടിയിട്ട് തലയോട്ടിന്റെ പുറത്തുകൂടെ തലച്ചോറ് വളർന്നിക്കാണ് എന്നുള്ള ധാരണയൊക്കെ വെച്ച് നടക്കുന്ന സ്വരാജിനെ പോലുള്ള, ഗോവിന്ദൻ മാഷിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരോട് സംസാരിക്കാൻ നിങ്ങൾ ആദ്യം പഠിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ബുദ്ധിജീവി ചമഞ്ഞ് ഈ ലോകത്തൊന്നും അല്ലാതെ നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരണം. അവരോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അതിനു പോലും സാധിക്കുന്നില്ല എന്നുള്ളത് ഗതികേട് എന്നല്ലാതെ മറ്റെന്താണ് അതിന് പറയുക. ഇടതുപക്ഷക്കാര് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇത്തവണത്തെ തോൽവി ഉണ്ടല്ലോ, അത് കേവലം ഒരു തോൽവിയല്ല കേട്ടോ, കനത്ത തോൽവിയാണ്. ജനങ്ങളുടെ കനത്ത മറുപടിയാണ്. CPM പലപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്ത് ഒന്നാം പിണറായി സർക്കാരിനെ ആവശ്യമില്ലാതെ ചരിത്രത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമമൊക്കെ. എന്നാൽ സത്യം എന്താണ്? രണ്ടാം പിണറായി സർക്കാർ എന്തുകൊണ്ട് വന്നു? അതിന്റെ പ്രധാന കാരണം കോവിഡ് കാലമാണ്. ആ ലോക്ക്ഡൌൺ ഉണ്ടായ ആ സമയത്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ ജനങ്ങൾ നിർബന്ധിതരായി. അവരുടെ സ്ഥിരം ഗസ്റ്റുകളിൽ ഒന്നായി പിണറായി വിജയൻ. അദ്ദേഹം ദിനം പ്രതി ജനങ്ങൾക്ക് കൂടെയുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള മെസ്സേജ് സമൂഹത്തിന് കൊടുത്തുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ കാണുക എന്നുള്ളത് മലയാളിയുടെ ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഭാഗമായി. അങ്ങനെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിശ്വാസ ബിംബം, പിണറായി എന്ന വിശ്വാസ ബിംബം രൂപപ്പെടുന്നത്. ജനങ്ങൾക്കിടയിലല്ല കേട്ടോ, അവരുടെ പാർട്ടിക്കകത്ത്. എന്തുകൊണ്ടാണ് രൂപപ്പെട്ടത്? രണ്ടാം പിണറായി സർക്കാരിന്റെ വരവോടെ ഇയാൾ വലിയൊരു സംഭവമാണെന്നുള്ള ഒരു ധാരണ പല പാർട്ടി പ്രവർത്തകരിലും ഉടലെടുത്തു. എന്നാൽ കൊറോണ എന്ന മഹാമാരി നമ്മളിൽ നിന്ന് വിട്ടുപോയതോടുകൂടി ഇതിന്റെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറി. പിന്നീട് ആ ഒരു രാഷ്ട്രീയ സംവിധാനം ജനങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് അകലുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ വന്ന സമയത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താ അറിയോ? ഒരു കാലത്ത് കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ആരംഭത്തോടെ എന്ത് തീരുമാനവും പിണറായി വിജയൻ പറയും, അത് ഓശാനിച്ച് നിന്ന് കേട്ടുകൊള്ളണം എന്നുള്ളതായി പാർട്ടിയിലെ നേതൃനിരയുടെ ഗതികേട്. അതായത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വ്യക്തിയിലേക്ക് ഓരോ ദിവസവും ചുരുങ്ങിക്കൊണ്ടിരുന്നു. ജനകീയ സ്വീകാര്യത ഉണ്ടായിരുന്ന പല മുഖങ്ങളെയും അവർ മാറ്റി. അതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് KK ശൈലജ ടീച്ചർ, EP ജയരാജൻ, P ജയരാജൻ. ഇവരെ ഒന്നും നമ്മൾ രംഗത്ത് കാണാതായി. പെട്ടെന്നൊരു ദിവസം നമ്മൾ എവിടെയും കാണുന്നില്ല. പിന്നീട് അങ്ങോട്ട് വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, പുച്ഛിച്ചുകൊണ്ട് പിണറായി കേന്ദ്രീകൃത രാഷ്ട്രീയമായിരുന്നു CPM-നുള്ളിൽ വളർന്നത്. അതോടൊപ്പം ഇതിനോടകം തന്നെ പാർട്ടിക്കകത്ത് വിമർശനത്തിന് അവസരമില്ലാത്ത ഒരു സാഹചര്യവും പിണറായി വിജയൻ രൂപപ്പെടുത്തിയെടുത്തു. എത്ര വലിയ നേതാവായാലും വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ച് പാരമ്പര്യമുള്ള CPIM നിലവിലെ സാഹചര്യത്തിൽ നേതാക്കളെ പുകഴ്ത്തി മാത്രം പറയുക എന്നുള്ളത് അവർക്ക് ഒരു നിർബന്ധിത കർമ്മമായി മാറി. ഈ പ്രവണത ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ പാർട്ടിയെ അകറ്റി. ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചോദ്യം ചെയ്യാനുള്ള അവകാശം. എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന അജണ്ട ചോദ്യം ചെയ്യുന്നവരെ അവർ ശത്രുക്കളായി കാണുമായിരുന്നു എന്നുള്ളതാണ്. പ്രതിഷേധിക്കുന്നവരെ നേരിടുന്ന രീതിയും മീഡിയകളോടുള്ള സമീപനവും സോഷ്യൽ മീഡിയയിലടക്കം വളരെ പക്വതയില്ലാത്ത തരത്തിൽ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന രീതിയിലുള്ള പ്രതികരണവും all these created an impression that doesn't in unwelcome. ജനങ്ങൾ അതിന് മറുപടി നൽകിയത് വോട്ടിംഗ് മെഷീനിലൂടെയായിരുന്നു. LDF-കാർ മുന്നോട്ട് വെച്ച പ്രധാന പ്രചരണങ്ങളിൽ ഒന്നായിരുന്നു ഭയങ്കര വികസനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത്. എന്നാൽ സത്യം എന്താണ്? ഇത് മുൻ സർക്കാരുകളുടെ മാതൃക എന്നല്ലാതെ പാർട്ടി കണ്ടെത്തിയ അല്ലെങ്കിൽ മുന്നണി കണ്ടെത്തിയ ഒരു പുതിയ സംവിധാനത്തിലൂടെയല്ല ഇപ്പൊ പുതിയ ഹൈവേയുടെ ജോലിയായാലും നാട്ടിലുള്ള മറ്റു പുരോഗതികളൊക്കെ ആയാലും മുന്നോട്ട് പോകുന്നത്. അത് CPM-ന്റെ നയരേഖയൊന്നുമല്ല. അത് മുൻപത്തെ സർക്കാരുകൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ പൊതുജന സംഗമം നടത്തി ആളുകളിൽ തെറ്റിദ്ധാരണ പടർത്തി നിങ്ങൾ CPM-മാർ തന്നെയല്ലേ എക്സ്പ്രസ് ഹൈവേ എന്ന ഡോക്ടർ MK മുനീർ മന്ത്രിയായിരുന്ന സമയത്ത് ഈ നാട്ടിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതി, അത് തന്നെയല്ലേ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എതിർത്തത് ആരാണ്? CPIM ഭരണത്തിൽ പറഞ്ഞപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇരട്ടത്താപ്പാണ്. അന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തിയ ആളുകൾ അതേ പദ്ധതി നിലവിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, ഇത് CPM-ന്റെ കണ്ടെത്തലല്ല,
മറിച്ച് UDFന്റെ ഒരു പദ്ധതി പൂർത്തീകരിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? വിവരവും വിദ്യാഭ്യാസമുള്ള മലയാളികളെയോ? ഇതിനെ ഒരു പുതിയ ദർശനമായിട്ടൊന്നല്ല ജനങ്ങൾ എടുത്തത്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാട്ടിലുള്ള കടുത്ത തൊഴിലില്ലായ്മ, തൊഴിലുകൾക്കുള്ള അവസരം ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ പുതിയ തൊഴിൽ മേഖല കണ്ടെത്താനോ ആ തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ ഉണ്ടാക്കാനോ ഈ സർക്കാർ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. അതുപോലെ തന്നെ നിലവിലുള്ള യുവാക്കൾക്ക്, നല്ല വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് പോലും നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു സർക്കാർ കൂടി ആയപ്പോൾ ജനങ്ങളിൽ എത്താനുള്ള ഒരു സന്മനസ്സും അവരെ കേൾക്കാനുള്ള മനോഭാവവും കുറഞ്ഞപ്പോൾ ജനങ്ങൾ പകരക്കാരെ കണ്ടെത്തുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. അതാണ് അവർ ചെയ്തത്. ജനങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തും മുമ്പ് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനെങ്കിലും നിങ്ങൾ സാധാരണക്കാരെ പോലെ ബുദ്ധിജീവി ആവരുത്, സാധാരണക്കാരെ പോലെയെങ്കിലും ശ്രമിക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നിങ്ങളുള്ള അപേക്ഷ. നിങ്ങൾ ഉദാരവൽക്കരണവും ഉദാസീനതയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കേൾക്കുന്നവൻ എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ പൊതുജനത്തോട് ഒരു കാര്യം പറയുമ്പോൾ എന്താണ് ഞാൻ പറയുന്നത് എന്ന് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്കെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സാമൂഹിക തലത്തിലും ഇടതുപക്ഷം വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ആയിരുന്ന TMമാരുടെ വോട്ടിൽ നിന്ന് വലിയൊരു ഷിഫ്റ്റിംഗ് ഇതിനോടകം തന്നെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് BJPയിലേക്ക്. എന്നാൽ ഈ സമയത്ത് ഇങ്ങനെ ഷിഫ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി CPM എന്താ ചെയ്തതെന്നറിയോ? ആ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൂട്ടുപിടിച്ചിട്ട് കടുത്ത മതവിമർശനം നടത്തി. ഏത് മതത്തെ വിമർശിച്ച്? മുസ്ലിം ലീഗിനെയും കേരളത്തിലെ മുസ്ലിം സമൂഹത്തെയും, പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിം സമൂഹത്തെയും അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഈ സമുദായ നേതാവിന്റെ പ്രസ്താവനകൾ അതിനോട് വളരെ മൃദുവായിട്ടാണ് CPM നേതൃത്വം പ്രതികരിച്ചത്. അവർ വിചാരിച്ചത് എന്താണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ അതിന് പിന്തുണ കൊടുത്താൽ TMമാരെ നഷ്ടപ്പെട്ട് എന്ന് കരുതുന്ന TMമാരുടെ വോട്ടുകൾ തിരികെ വരുമെന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു അവർക്ക്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ഉണ്ടായിരുന്ന മതനിരപേക്ഷത എന്നുള്ള ആശയം, ഇത്തരമൊരു പ്രതിച്ഛായ CPIMന് നഷ്ടപ്പെട്ടു. ഇതോടുകൂടി മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത അവിശ്വാസം CPMനെതിരെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, എല്ലാവരും മാറ്റിക്കുത്തി. മലപ്പുറത്തെ ഇത്രയേറെ സ്ഥാപനങ്ങൾ കൊണ്ട് ഉപദ്രവിച്ച ഈ നേതാവ് ഇതേ മാത്രമല്ല, പിണറായി വിജയനും മലപ്പുറത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരുപാട്. അദ്ദേഹം ഭരണത്തിലേറിയ ശേഷം ഒരു പ്രതികാര മനോഭാവത്തോടെയായിരുന്നു മലപ്പുറത്തോട് പെരുമാറിയിരുന്നത്. ഒരു പക്ഷേ ആ ഒരു കാരണം കൂടിയാണ് PV അൻവർ എന്ന MLAക്ക് രാജിവെക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടായത്. ഇത്രയേറെ മലപ്പുറത്തോട് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയ പിണറായി വിജയനെ മലപ്പുറത്തുകാർ എങ്ങനെ ട്രീറ്റ് ചെയ്തത് നിങ്ങൾക്കറിയോ? വളരെ സിമ്പിൾ. മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ ഭൂരിപക്ഷം 85,000. ഏറനാട് എത്തുമ്പോൾ ഇത് 42,000. മഞ്ചേരിയിൽ എത്തുമ്പോൾ ഇത് 57,000. പള്ളിക്കുന്ന് എത്തുമ്പോൾ ഇത് 51,000. തിരുവരങ്ങാടിയിൽ ഇത് 35,000. ഓർക്കണേ, ഇതൊരു നിയമസഭാ ഇലക്ഷൻ ആണ്. ലോക്സഭാ ഇലക്ഷനിലെ ഭൂരിപക്ഷം അല്ല ഞാൻ ഈ പറയുന്നത്. നിയമസഭാ ഇലക്ഷനിലാണ് മലപ്പുറം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ എല്ലാമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 85,000 വോട്ടുകൾക്ക് ലീഡ് നേടിയത്. 85,000 വോട്ടുകൾക്ക് ലീഡ് നേടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന് ആകെ കിട്ടിയ വോട്ട് 85,000 ആണ്. മലപ്പുറം മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭൂരിപക്ഷം മാത്രമാണ് 85,000. അത്തരത്തിൽ മലപ്പുറം എന്ന സ്ഥലം പിണറായി വിജയനോട് പകരം വീട്ടി. ഒരാൾക്ക് പോലും ജയിച്ചു കയറാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, പിണറായിയുടെ വാഴ്ത്തുപാട്ടുകാരനായ KT ജലീലിനെ തോൽപ്പിച്ച് മൂലക്കലിരുത്തി മലപ്പുറംകാർ. പിണറായി വിജയന്റെ പാർട്ടിയുടെ കോട്ടയായിരുന്ന പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് നാട് കടത്തി മലപ്പുറംകാർ. CPMന് ചെറിയ രീതിയിലെങ്കിലും സ്വാധീനമുണ്ടായിരുന്ന നിലമ്പൂർ എന്ന മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്രയെന്നറിയോ നിങ്ങള്? 54,000. ഇടതുപക്ഷത്തിന് ചെറിയ രീതിയിലെങ്കിലും സ്വാധീനമുണ്ടായിരുന്ന പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ നജീബ് കാന്തപുരത്തിന്റെ ഭൂരിപക്ഷം എത്രയെന്നറിയോ നിങ്ങള്? 32,000. ഇങ്ങനെയായിരുന്നു പിണറായി വിജയനോട് മലപ്പുറം പകരം ചോദിച്ചത്. അവരെ അത്രമേൽ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു കാരണം, പാർട്ടിക്കകത്തും ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടി ജനങ്ങളുമായി ബന്ധമില്ല, പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റികൾക്കൊന്നും നാട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ല കഴിഞ്ഞ കുറെ കാലമായിട്ട്. മാത്രമല്ല സ്ഥാനങ്ങളിലൊക്കെ മിക്കപ്പോഴും വരുന്നത്
ഒന്നെങ്കിൽ നേതാക്കന്മാരുടെ പെട്ടിപ്പിടുത്തക്കാർ, അല്ലെങ്കിൽ മക്കളോ മരുമക്കളോ ഭാര്യയോ ഭാര്യയുടെ അനിയത്തിയോ ഭാര്യയുടെ ചേട്ടനോ ഒക്കെ വരുന്ന ഒരു സാഹചര്യം. ഇത് ഒരിക്കലും നമ്മൾ മുൻകാലങ്ങളിൽ CPM-ൽ കണ്ടിട്ടേ ഇല്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ചില അഭ്യാസങ്ങൾ CPIM-ൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മന്ത്രിസ്ഥാനം. അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവായിരുന്നു തളിപ്പറമ്പ് എന്ന പാർട്ടി കോട്ടയിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം. അതിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഒരു PB അംഗത്തിന്റെ ഭാര്യയായിരുന്നു മന്ത്രി. ഇവര് ഭാര്യക്കും മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ സുഖിക്കാൻ വേണ്ടിയാണോ ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കൾ തല്ലുകൊള്ളുന്നത്, സാധാരണക്കാരായ സഖാക്കൾ കഷ്ടപ്പെടുന്നത്? ഈ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും CPM-നകത്ത് അണികളിൽ ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്തു. ഫലമോ കനത്ത തോൽവി. പിണറായി വിജയൻ പോലും ആദ്യ 6 റൗണ്ടിൽ ധർമ്മടം മണ്ഡലത്തിൽ തോറ്റാണ് നിന്നിരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അയാൾ 6 റൗണ്ടിൽ വെട്ടി വിയർത്തു. അങ്ങനെ ഒരു കാലത്ത് സമരങ്ങളിലൂടെ പ്രതിഷേധങ്ങളിലൂടെ സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിച്ച CPI പതിയെ പതിയെ ഒരു കുടുംബാധിഷ്ഠിത ഭരണകൂടമായി മാറി. മറ്റു ചില ഘടകങ്ങളും ബാധിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ചും മീഡിയ നെഗറ്റീവുകൾ, അത്തരമുള്ള കാര്യങ്ങളൊക്കെ CPM-നെ സ്വാഭാവികമായിട്ടും ബാധിച്ചിട്ടുണ്ട്. അത് മീഡിയ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇതൊരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി ഉണ്ടാക്കിയതല്ല. നിങ്ങളെ കയ്യിലിരിപ്പോൾ തന്നെ ഉണ്ടായിരുന്ന നെഗറ്റീവാണ്. ഇപ്പം പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടൊക്കെ അത് നിങ്ങൾ അവിടുന്ന് സ്വർണം കട്ടിട്ടല്ലേ പാടിയത്? എല്ലാ ആളുകൾ നെഗറ്റീവ് ഉണ്ടാക്കിയതാണോ? ഈ പ്രൊപ്പഗണ്ടയാണോ? അല്ലല്ലോ. നിങ്ങൾ അവിടുന്ന് സ്വർണം കിട്ടും, അതുകൊണ്ട് പാട്ടുണ്ടാക്കി. അതിലെന്താണ് തെറ്റി? ഞങ്ങളെ പരാജയത്തിന് കാരണം മീഡിയക്കാരാണെന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇത് ഒരു തരത്തില് മീഡിയക്കാരെയും ചാനലുകാരെയും ഒക്കെ കുറ്റം പറയുന്നത്, സോഷ്യൽ മീഡിയനൊക്കെ കുറ്റം പറയുന്നത് ഒരു തരത്തിലൊരു ഒഴിഞ്ഞുമാറലാണ്. CPIM ഒരു കാര്യം മനസ്സിലാക്കോ, നിങ്ങൾക്ക് ആശയത്തിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകള്, ഈ കുടുംബാധിഷ്ഠിത രാഷ്ട്രീയ സംവിധാനം, ഇതൊക്കെ നിങ്ങളുടെ അണികളിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ നിങ്ങൾ ഇനിയെങ്കിലും ശ്രമിക്കണം. ഇനിയും നിങ്ങൾ അതിന് ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇവിടെ വെച്ച് പറയുന്നു, കഴിഞ്ഞു പോയത് കേരളത്തിലെ അവസാനത്തെ LDF മന്ത്രിസഭയാണ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. ഇനി അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. ഇത്തരത്തിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവസാനമായി ഇടതുപക്ഷക്കാരോട്, പ്രത്യേകിച്ച് CPIM-കാരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ തോൽവി ഒരു കടുത്ത മുന്നറിയിപ്പാണ്. വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട്, മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാമെന്നുള്ള നിങ്ങളുടെ നേതാക്കന്മാര്, കടൽ കിഴവന്മാരായ നേതാക്കന്മാർക്ക് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ആ നേതാക്കന്മാരുടെ ഏറ്റവും ചുരുങ്ങിയത് ഊമക്കത്ത് അയച്ചിട്ടെങ്കിലും നിങ്ങൾ പറയണം, കേരളത്തിന്റെ മണ്ണ് മതനിരപേക്ഷയുടെ മലപ്പുറത്തെ തവനൂരിൽ നിന്ന് PS ജോയ് ജയിക്കുന്നത് അതുകൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് ഷിയാസ് ജയിക്കുന്നത്, അതുകൊണ്ടാണ് മുൻ സംഘപരിവാർ പ്രവർത്തകനായ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കടുത്ത പിന്തുണയോടെ ജയിച്ചു വന്നത്. കേരളത്തിന്റെ ആ മനസ്സിനെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാതെ പോകരുത്. ഒരു കാലത്ത് ഇത്തരം ആശയങ്ങൾ ഏറ്റുപിടിച്ചവരായിരുന്നു നിങ്ങൾ. പിന്നീട് അങ്ങോട്ട് ഇത്തരം ദൈവങ്ങൾ, പിണറായി ദൈവത്തിന്റെ ആജ്ഞ പോലെ ഇതിനു വേണ്ടി മാത്രം, കേരള സമൂഹത്തിന്റെ ഐക്യം തകർക്കാൻ വേണ്ടി മാത്രം, അധികാരം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ നടന്നത്. അത് ജനം തിരിച്ചറിഞ്ഞു. കേരളത്തിന്റെ നിരപേക്ഷ മനസ്സ് അത് തിരിച്ചറിഞ്ഞു. അവർ നിങ്ങളെ തോൽപ്പിച്ച് മൂലക്കിലിരുത്തി. നിങ്ങൾ ഇതിനോടകം തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഈ പരാജയത്തിൽ നിങ്ങളുടെ നേതൃത്വത്തിന്റെ പങ്ക് ഒട്ടും ചെറുതല്ല. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകിച്ച് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഈ രാഷ്ട്രീയ സാഹചര്യം, ഇങ്ങനൊരു വലിയ പാർട്ടി കുടുംബ പ്രസ്ഥാനമാക്കാൻ ശ്രമിച്ചവർ ഇവർ രണ്ടുമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഏതെങ്കിലും രീതിയിലുള്ള കടുത്ത നടപടി എടുക്കുമെങ്കിൽ ഈ 2 പേരെ ആദ്യം നിങ്ങൾ പുറത്താക്കണം. എന്നാലേ നിങ്ങളിൽ ചെറിയ പ്രതീക്ഷയെങ്കിലും ഈ ജനങ്ങൾക്കുണ്ടാവുകയുള്ളൂ. ഇടതുപക്ഷത്തിന് തിരിച്ചു വരണമെങ്കിൽ പുറത്തുള്ള ശത്രുക്കളെ കണ്ടെത്തും മുമ്പ് അകത്തുള്ള ഇത്തരം കീടങ്ങളെ, പിണറായി വിജയനെ പോലെ, ഗോവിന്ദൻ മാഷെ പോലെയുള്ള കീടങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. വിമർശനങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കണം. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ വഴികളെ നിങ്ങൾ തിരുത്തണം. അല്ലാതെ ഏതെങ്കിലും കുറച്ച് കിളവന്മാരുടെ നിയന്ത്രണത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെങ്കിൽ, നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ജനം നിങ്ങളെ തിരുത്തും. ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഉന്മൂലനം കൊണ്ടാണെങ്കിൽ, അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നിങ്ങളോട് പറയുന്നത്. അത് ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അതിനോടകം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് ഈ പാർട്ടി ഇല്ലാതായിട്ടുണ്ടാവും.
പിണറായി വിജയനെ പോലെ ഒരു അഹങ്കാരിയും ഗോവിന്ദൻ മാഷിനെ പോലെ മറ്റൊരു അഹങ്കാരിയും കൂടിയാൽ മാത്രം മതി ഈ പാർട്ടി ഇല്ലാതാവാൻ. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ വന്ന തെരഞ്ഞെടുപ്പ് ഫലം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാം. നമുക്ക്